അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സമാധാനത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു രൂപാന്തരപ്പെട്ട ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ. ഈ UNO, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ, ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ഒരു സംഘടന രൂപീകരിച്ചിരുന്നു, ലീഗ് ഓഫ് നേഷൻസ്. പക്ഷേ അതിന് ലോകസമാധാനം പുലർത്താനായില്ല. അങ്ങനെയാണ് പിന്നെ നമ്മൾക്കറിയാം, ആ ചരിത്രം നമ്മളെല്ലാം സുപരിചിതമാണ്. അഡോൾഫ് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ഒക്കെ കഥകളാണ് അവിടെ വരുന്നത്. ഇവരുടെയൊക്കെ അധികാര മോഹം കൊണ്ടോ എങ്ങനെയോ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടാവുകയും അതിനുശേഷം ഉണ്ടായ ഒരു സംഘടനയാണ് ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. ഈ ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭ ഈ ഐക്യരാഷ്ട്രസഭയുടെ സമാധാനത്തിന്റെ ഉറവകൾ, അതിന്റെ ഒലീവിലകൾ ഇന്ന് കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇത്തരം ആ വിഷയത്തെക്കുറിച്ചാണ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ഉടമ്പടികൾ എങ്ങനെയൊക്കെയാണ് അവർ പുലർത്തുന്നത്, അതിനുവേണ്ടിയുള്ള ആ ആത്യന്തികമായ ലക്ഷ്യങ്ങളെ എത്രത്തോളമാണ് പാലിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് പാലിക്കാതിരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഒരു ചർച്ച എന്ന് വരുന്നത്. പുതിയ കാലത്ത് നമ്മൾക്കറിയാം, പുതിയ കാലത്ത് എന്ന് പറഞ്ഞ പ്രയോഗം തെറ്റാണോ എന്നെനിക്കറിയില്ല, എങ്കിലും ഈ അടുത്ത 2023 ഒക്ടോബർ 7 എന്ന് പറയാം, വേണമെങ്കിൽ അങ്ങനെ പറയുന്നതിൽ തെറ്റുണ്ട്. എങ്കിലും ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രായേൽ ഫലസ്തീൻ ആക്രമണം, അതിനെ ഇസ്രായേൽ ഫലസ്തീൻ എന്ന് പറയാൻ പറ്റില്ല, ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ നരഹത്യ ഫലസ്തീനിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 940കളിൽ തന്നെ, 940കൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയ 940കളിലൂടെ രൂക്ഷമായ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം, 960കളിൽ ഒരു യുദ്ധം നടന്നു, 9കളിൽ ഒരു യുദ്ധം നടന്നു, 2007 മറ്റൊരു യുദ്ധം നടന്നു, 2023 ശേഷം ഇപ്പോൾ ഒരു പ്രത്യാക്രമണമല്ലാത്ത ഏകപക്ഷീയമായ ഒരു വംശഹത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീനിൽ. ദിവസവും ഓരോ കുരുന്നുകളായി അനാഥരായിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടനേകം സ്ത്രീകൾ വിധവകളായിക്കൊണ്ടിരിക്കുകയാണ്. ആ നാടിനൊന്നാകെ ഒരു ചോരയുടെ മണം വന്നിട്ടുണ്ടെന്ന് കവികൾ പോലും അഭിപ്രായപ്പെടുകയാണ്. അവന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഈ ഫലസ്തീൻ ഇത്രത്തോളം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ലോകസമാധാനത്തിന് വേണ്ടി എന്താണ് UNO ഒക്കെ ചെയ്യാൻ കഴിഞ്ഞത്? UNO എത്രത്തോളമാണ് ഈ പറഞ്ഞ ഈ ലക്ഷ്യത്തെ പ്രായോഗികവൽക്കരിക്കാൻ ശ്രമിച്ചത്? ഈ UNOയുടെ ഇടപെടൽ നോക്കുകയാണെങ്കിൽ UNO വളരെ നല്ല മികച്ച രീതിയിൽ തന്നെ ഈ കാര്യത്തിൽ ഇസ്രായേലിന്റെ ഫലസ്തീന്റെ വിഷയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലാന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. 1940കളിൽ തുടങ്ങിയിട്ടുള്ള സംഭവമാണ് അത്. അപ്പോൾ ആ സംഭവത്തിന് വേണ്ടിയിട്ട് 1947 ഒരു സന്ധി, ഒരു പ്രമേയം പാസ്സാക്കാണ്. രണ്ട് രാഷ്ട്രങ്ങളാക്കുക, രണ്ട് രാജ്യങ്ങളാക്കുക, സ്വതന്ത്രമായ രണ്ട് രാജ്യങ്ങൾ. അങ്ങനെ രണ്ടുപേർക്കും രണ്ടുപേരുടെ നീതി. ഇസ്രായേൽ ഫലസ്തീൻ വിഭജന ആ ഒരു കാലഘട്ടത്തെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അത് ഇസ്രായേൽ ഫലസ്തീൻ തമ്മിലുള്ള തർക്കങ്ങളും പരസ്പരം ഒരുപാട് പോരാട്ടങ്ങളും ഒഴിവാക്കാൻ വേണ്ടി അന്ന് ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച ഒരു പദ്ധതിയാണത്. അതുപോലെ തന്നെ ഒരുപാട് പദ്ധതികൾ അതിന് പിന്നാലെ വന്നിട്ടുണ്ട്. 1956 ഈ സുവൈസ് താക്കോൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാളുടെ നേതൃത്വത്തിൽ ഒരു സമാധാന കരാർ, ഒരു സമാധാന പദ്ധതി ഇസ്രായേൽ ഫലസ്തീൻ തമ്മിൽ അവർക്ക് വേണ്ടി മാത്രം ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ നടത്തിയിട്ടുണ്ട്. അതേ സമാധാന പദ്ധതി രണ്ടാം തവണ 1978 ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ പിന്നെയും അതുപോലെ ഒരു സമാധാന പദ്ധതി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നല്ല ഇടപെടലുകൾ തന്നെ ഇവർ തമ്മിലുള്ള പരസ്പര പ്രശ്നങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭ ഇടപെട്ടിട്ടുണ്ട്. ഇത് ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വളരെ ഒരു മണ്ടത്തരമാണ്. കാരണം അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഐക്യരാഷ്ട്രസഭ ഇതിൽ ഇടപെടുന്നുണ്ടെങ്കിലും ഈ വീറ്റോ പവറുള്ള രാജ്യങ്ങൾ, അമേരിക്ക, റഷ്യ പോലുള്ള വീറ്റോ പവറുള്ള രാജ്യങ്ങൾ, ഇവരുടെയൊക്കെ ഈ അടുത്ത കാലത്ത് യുദ്ധ തടവിന്റെ ആ ഒരു വെടിനിർത്തൽ കാര്യത്തിൽ ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച്, പക്ഷേ വീറ്റോ പവറുള്ള രാജ്യങ്ങൾ അമേരിക്ക അത് റദ്ദാക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുകൾ നോക്കുകയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഈ കാര്യത്തിൽ വളരെ ഇടപെട്ടിട്ടുണ്ടെങ്കിലും വീറ്റോ പവറുള്ള രാജ്യങ്ങളുടെ ഒരു റദ്ദാക്കൽ മൂലം, പറഞ്ഞു വെക്കുന്നത് വീറ്റോ പവറുള്ള രാജ്യങ്ങളുടെ പരമാധികാരം മൂലം അവർ റദ്ദാക്കുന്ന പ്രമേയങ്ങൾ കാരണമായിട്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇത്തരം ഇടപെടലുകൾ പ്രായോഗികവൽക്കരിക്കാൻ സാധിക്കാത്തത് എന്നതിനെ കുറിച്ച്. അപ്പോൾ ഒരു ചോദ്യം അതിൻ്റെ ഉള്ളിൽ വരുന്നത്, എന്നാൽ രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു ധ്വനിയുണ്ട്. ഐക്യരാഷ്ട്രസഭ ഇതെല്ലാം പ്രായോഗികവൽക്കരിക്കുക എന്നുള്ളത് നമ്മൾ പൊതുസമൂഹത്തിൽ കാണിക്കുന്ന, പൊതുലോകത്ത് കാണിക്കുന്ന, ഒരു പ്രത്യക്ഷത്തിൽ കാണിക്കുന്ന വെറുമൊരു പാഴ്വാക്കുകളാണ്. ഒന്നും ഒരു ആത്മാർത്ഥമായോ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നൊരു വാദം കണ്ടല്ലോ. ഇതിന്
തീർത്തും മണ്ടത്തരാണ്. കാരണം വെച്ചാൽ ഈ ഗാലറിയിൽ ഇരുന്നിട്ട് കഥ പറയാൻ ആർക്കും പറ്റും, കളത്തിലിറങ്ങി ഗോൾ അടിക്കാൻ ആരും കാണൂല. ശരിക്കും UN ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും UN ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന. കാരണം UN ഇടപെടലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈജിപ്തിലും ലിബിയയിലും, ഇപ്പോൾ ലിബിയയിലേക്കടക്കം ഇസ്രായേലിന്റെ യുദ്ധം തുടർന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇവിടുത്തെ പ്രാഥമിക കാര്യങ്ങളിലെല്ലാം ഒരു മാറ്റം വരേണ്ടതായിരുന്നല്ലോ. ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. ആര് പറഞ്ഞു? ഇത് തീർത്തും ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമക്കുന്ന UNക്കെതിരെയായിട്ട് UN അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നതാണത്. ഈ ഇസ്രായേൽ ഈ ആവശ്യമുള്ള പ്രാഥമിക സൗകര്യങ്ങൾ, അതുപോലെ ഭക്ഷണങ്ങൾ, മറ്റ് കാര്യങ്ങളെല്ലാം കഴിയുന്ന പരമാവധി രീതിയിൽ തന്നെ ഈ ഐക്യരാഷ്ട്രസഭ അവിടേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഈ യുദ്ധം നിർത്തലാക്കാൻ വേണ്ടിയിട്ട് UN പരമാവധി കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യുദ്ധമല്ല, ഇത് ശരിക്കും നരഹത്യയാണ്. നിങ്ങൾ പറഞ്ഞ പോലെ നരഹത്യയാണ്. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിലേക്ക് നടന്ന ഒരു അപ്രമാദിത്യമാണിത്. ഇത് നിർത്തലാക്കാൻ വേണ്ടി ഐക്യരാഷ്ട്രസഭ കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ എല്ലാവരുടെയും ലക്ഷ്യം ലോക സമാധാനം തന്നെയാണ്. പക്ഷേ വീറ്റോ പവറുള്ള രാജ്യങ്ങളുടെ അവരുടെ ഈ പരിപാടി മൂലം അതുകൊണ്ട് മാത്രമാണ് ഈ ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള പദ്ധതികൾ പലതും വിജയം കാണാതെ പോയിട്ടുള്ളത്. ഈ അടുത്ത കാലത്തായിട്ട് അമേരിക്ക അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നു. ഒരു നിങ്ങൾ നേരത്തെ മെൻഷൻ ചെയ്ത കാര്യം, ഒരു വെടിനിർത്തൽ പ്രമേയം, അത് മുഴുവനായും പാസ്സാക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. പെട്ടെന്ന് വെച്ചത് അമേരിക്ക റദ്ദ് ചെയ്തതിനാൽ മാത്രം ആ വെടിനിർത്തൽ പ്രമേയം അതുകൊണ്ട് തന്നെ ഈ UN ഇടപെടുന്നില്ല എന്ന് പറയുന്നത് തീർച്ചയായും അത് UN താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്നവരുടെ അപവാദങ്ങളാണ്. ഓക്കെ. മറ്റൊരു സമാധാനത്തിന് വെല്ലുവിളിയാകുന്ന മറ്റൊരു സംഭവമാണ് യുദ്ധങ്ങൾ. ലോകത്ത് ഇങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യ യുക്രൈൻ എന്ന. അതൊരു യുദ്ധം തന്നെയാണ്. റഷ്യ യുക്രൈൻ എന്ന യുദ്ധം അടുത്ത കാലത്ത് തന്നെ ഉണ്ടായി വന്ന ഒരു യുദ്ധമാണ്. അതിൽ റഷ്യക്ക് നരഹത്യ ഒരു ലക്ഷ്യമല്ല എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ നമ്മളെല്ലാം കേട്ടുവരുന്നൊരു വാദം. ഇവിടെ റഷ്യക്ക് നരഹത്യകൾ ബാധകമല്ലെങ്കിൽ യുക്രൈൻ 5 ലക്ഷത്തിലധികം കെട്ടിടങ്ങൾ, ആളുകൾക്ക് വീടുകൾ, ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് യുക്രൈനിൽ. ഇപ്പോൾ എന്താണ് യുക്രൈൻ റഷ്യ യുദ്ധം നിർത്തലാക്കാൻ വേണ്ടി UNO ചെയ്തത് എന്ന് വിശദീകരിക്കാമോ? ഐക്യരാഷ്ട്രസഭ ഈ ഉക്രൈൻ റഷ്യ ബന്ധത്തിലും ഇടപെട്ടിട്ടില്ല നമുക്ക് പറയാൻ പറ്റൂല. ഇടപെടലുകൾ കുറവാണ് എന്നാണോ? കുറവാണ് എന്നതിൽ അതിനൊരു പരിമിതി ഉണ്ടായിട്ടുണ്ട്. അഥവാ അവർക്കിടയിലുള്ള അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സങ്കീർണതയും, അതുപോലെ തന്നെ UN എന്ന് പറഞ്ഞത് ചില രാജ്യങ്ങൾക്ക് അവിടെ കുറച്ച് പവറുകളുണ്ട്. ഫ്രാൻസ്, അതുപോലെ അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ അവിടെ കുറച്ച് പവറുകളുണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാനും ഒരു പരിമിതി ഉണ്ടാവും. അതിനുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഉള്ളിൽ നിന്നുകൊണ്ട് അവർ പരമാവധി ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള ഒരു സമാധാന കരാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കൽപ്പിച്ചിരുന്നു. ഈ 2 രാജ്യങ്ങളോടും ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരുന്നു. പക്ഷെ അതിനവർ തയ്യാറായിട്ടില്ല. അതിനെങ്ങാനും അവർ തയ്യാറായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ഈ ചർച്ചയിൽ ഉക്രൈൻ റഷ്യ ബന്ധം എടുത്ത് ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. നയതന്ത്രപരമായ ആ ചർച്ചയിലേക്കാണോ നിങ്ങൾ? അതെ. മറ്റൊന്ന് സെക്യൂരിറ്റി സിസ്റ്റമാണ്, അഥവാ ഈ സെക്യൂരിറ്റി കൗൺസിൽ, ഈ വീറ്റോ പവറുള്ള രാജ്യങ്ങളുടെ വിഷയം. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. മറ്റൊരു കാര്യം ഐക്യരാഷ്ട്രസഭ ചെയ്യുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുന്നുണ്ടോ? അവർ UN ഒരുപാട് പ്ലാനുകൾ ചെയ്തു, പല കാര്യങ്ങളും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 2015 മുതൽ SDG സുസ്ഥിര വികസന UNDP പോലത്തെ പദ്ധതികളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ 2015 തുടങ്ങിയത് 2030 ആകുമ്പോഴത്തേന് ദരിദ്രരില്ലാത്ത രാജ്യങ്ങൾ എന്ന ഒരു ലക്ഷ്യം. അതെ, അത് ഏകദേശം നടത്തുന്നതായിട്ട് നമുക്ക് കാണാം. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കടക്കം പല ഭക്ഷ്യസാധനങ്ങളെല്ലാം കയറ്റി കൊടുക്കുന്ന യുണിസെഫിനെ പോലത്തെ പദ്ധതികൾ ഒക്കെ ചെയ്യുന്നുള്ളതായിട്ട്. അതിനുവേണ്ടി അവർ ഈ ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിൽ അവർ വല്ല വികസന പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ രാജ്യങ്ങളെ അവർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർക്ക് ജോലികൾ ലഭിക്കുന്നതിൽ, ജോലികൾക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ അവരോട് ഒരുപാട് പ്രോത്സാഹനങ്ങൾ രാജ്യങ്ങൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ നമ്മുടെ അപകടങ്ങൾ നടന്ന, പാർപ്പിടമില്ലാത്ത അങ്ങനത്തെ ഒരുപാട് അവർ നേരിട്ട് അവർക്ക് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. നമ്മുടെ WFP, അതുപോലെ യുണിസെഫ്, അങ്ങനെ പോലത്തെ
പല CBI പോലത്തെ സംഘടനകൾ അവർക്ക് വേണ്ടി പ്രത്യേകം നേരിട്ട് തന്നെ പലതും ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പറഞ്ഞു വരുന്നത് ലോക സമാധാനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻ അഥവാ ലോക ഐക്യരാഷ്ട്ര സംഘടന എന്ന സംഘടന സമാധാനത്തിന് വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എപ്പോഴൊക്കെയോ UN തന്നെയുള്ള ചില നിയമങ്ങൾ, ചില രാജ്യങ്ങൾ കൊടുക്കുന്ന പരമാധികാരങ്ങളാണ് UN ഈ ലക്ഷ്യത്തിലേക്ക്, ആത്യന്തികമായ ഈ ലക്ഷ്യത്തിന് ഒലീവ് ഇലകൾ കരിഞ്ഞു പോകുക എന്ന് താങ്കൾ പറഞ്ഞത് ഒലീവ് ഇലകളുടെ കരിവിന് കാരണമാകുന്നത് ഇത്തരം പ്രധാനമായിട്ടും വീറ്റോ പവർ. അതാണ് വീറ്റോ പവർ എന്ന പരമാധികാരം. അത് തിരിച്ചടിയാവുന്നുണ്ട് ഒരു ബാക്കിയുള്ള രാജ്യങ്ങളുടെ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ യുദ്ധങ്ങളും മറ്റെല്ലാ കാരണങ്ങളും ഈ വീറ്റോ പവർ ഒന്ന് എടുത്തു മാറ്റിയാൽ തീരുന്ന പ്രശ്നങ്ങളുള്ള സ്ഥിരാംഗത്വമുള്ള രാജ്യങ്ങൾക്കാണ് ഇത് നൽകുന്നതെന്ന് പറയുന്നത്. നമ്മൾക്കിത് ഇവിടെ നിർത്തേണ്ടി വരികയാണ്. UN ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കട്ടെ, ലോകത്ത് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.